നമസ്കാരം. പ്രധാന വാർത്തകൾ. സിനിമാ മേഖലയിൽ പെരുമാറ്റച്ചട്ടം വേണം. WCC. മലയാള സിനിമാ മേഖലയിൽ പെരുമാറ്റച്ചട്ടം ആവശ്യപ്പെട്ട് WCC. സിനിമയിലെ എല്ലാ തൊഴിലുകൾക്കും കൃത്യമായ കരാർ കൊണ്ടുവരണമെന്ന് വനിതാ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള വ്യവസ്ഥകളും കരാറിന്റെ ഭാഗമാക്കണമെന്നും സംഘടന ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. സിനിമാ മേഖലയുടെ സമഗ്ര പുനർനിർമ്മാണത്തിന് പുതിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ പരമ്പര പ്രഖ്യാപിക്കുമെന്ന് WCC നേരത്തെ അറിയിച്ചിരുന്നു. ഈ പരമ്പരയിലെ ആദ്യ നിർദ്ദേശമെന്ന നിലയിലാണ് തൊഴിൽ കരാർ ആവശ്യമുന്നയിച്ചത്. ഗ്യാസ് സിലിണ്ടർ പാളത്തിലിട്ട് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. സമീപത്ത് പെട്രോളും തീപ്പെട്ടികളും. ട്രാക്കിൽ LPG സിലിണ്ടർ ഇട്ട് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. ട്രെയിനിൽ തട്ടി സിലിണ്ടർ പാളത്തിൽ നിന്ന് തെറിച്ചു വീണു. പ്രയാഗ്രാജിൽ നിന്ന് ഭിവാനിയിലേക്ക് പോവുകയായിരുന്ന കാളിന്തി എക്സ്പ്രസിനെ ലക്ഷ്യം വെച്ചായിരുന്നു അട്ടിമറി ശ്രമം. LPG സിലിണ്ടർ ട്രാക്കിൽ വെച്ചിരിക്കുന്നത് ലോക്കോ പൈലറ്റ് കണ്ട് എമർജൻസി ബ്രേക്ക് ചവിട്ടുകയായിരുന്നു. ഇതോടെ വൻ ദുരന്തമാണ് ഒഴിവായത്. ഉടൻ തന്നെ ലോക്കോ പൈലറ്റ് സംഭവം ഗാർഡിനെയും ഗേറ്റ്മാനെയും അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചയുടൻ മുതിർന്ന ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. നിരവധി ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവ് ഡില്ലി ബാബു അന്തരിച്ചു. സിനിമാ നിർമ്മാതാവ് ഡില്ലി ബാബു അന്തരിച്ചു. 50 വയസ്സായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ 12:30 ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2024 ആക്സിസ് ഫിലിം ഫാക്ടറി എന്ന പ്രൊഡക്ഷൻ ഹൌസിന്റെ ബാനറിൽ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ചു. ഉറുമീൻ എന്ന ചിത്രത്തിലൂടെ 2015 സിനിമാ രംഗത്തേക്ക് വരുന്നത്. മരകത നാണയം, ഇരവുമുക്ക്, 1000 കൺകൾ, രാക്ഷസൻ, ഓമൈ കടവുളെ, ബാച്ചിലർ, മിറൽ, കൾവൻ തുടങ്ങി നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ചത് ഡില്ലി ബാബുവാണ്. രഞ്ജിത്തിനെതിരെയുള്ള യുവാവിന്റെ പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യം. 30 ദിവസത്തേക്ക് അറസ്റ്റ് തടഞ്ഞ കോടതി. സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം. കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പീഡന പരാതിയിലാണ് ജാമ്യം അനുവദിച്ചത്. 30 ദിവസത്തേക്ക് രഞ്ജിത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിലാണ് ജാമ്യം അനുവദിച്ചത്. കോഴിക്കോട് മങ്കാവ് സ്വദേശിയായ യുവാവാണ് രഞ്ജിത്തിനെതിരെ പരാതി നൽകിയത്. മലപ്പുറത്ത് നേരിയ ഭൂചലനം. ഇടിമുഴക്കം പോലെ അനുഭവപ്പെട്ടതായി നാട്ടുകാർ. മലപ്പുറം അമരമ്പലത്ത് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. പന്നിക്കോട് ഭാഗത്ത് ഇന്ന് രാവിലെയാണ് സംഭവം. ഇടിമുഴക്കം പോലെ അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. അപകടങ്ങളോ നാശനഷ്ടങ്ങളോ സംഭവിച്ചിട്ടില്ല. 11ഓളം വീടുകളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പൂക്കോട്ടുംപാടം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പേടിക്കേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. ആലപ്പുഴ CPMൽ പ്രതിഷേധം ശക്തമാകുന്നു. ആലപ്പുഴ CPM ലോക്കൽ കമ്മിറ്റി പുനഃസംഘടനയ്ക്ക് പിന്നാലെ പ്രതിഷേധം ശക്തമാകുന്നു. അരിക്കുറ്റി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ചുകളിലാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. പരസ്യമായി നേതൃത്വത്തിനെതിരെ രാജിവെച്ച അംഗങ്ങൾ രംഗത്തെത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാർട്ടി. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കൂടുതൽ വോട്ട് മണ്ഡലത്തിൽ ലഭിച്ചതിന് പിന്നിൽ CPM വോട്ടുകളുടെ ചോർച്ചയാണ് എന്നതുൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് രാജിവെച്ച അംഗങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ജില്ലാ നേതൃത്വം ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നുവെന്നും പ്രവർത്തകർ പറഞ്ഞു. വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൈമാറിയിരുന്നു. കളകളെ പറിച്ചെറിയുമെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി ഒന്നും ചെയ്തില്ലെന്നും പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. രാമേശ്വരം കഫേ സ്ഫോടന കേസ്. പ്രതികൾ BJP ഓഫീസും ലക്ഷ്യമിട്ടിരുന്നു. പ്രതികളിൽ 2 പേർ IS ബന്ധമുള്ളവർ. രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. 4 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം നൽകിയത്. പ്രതികളിൽ 2 IS ബന്ധമുള്ളവരെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ബംഗളൂരുവിലെ BJP ഓഫീസും പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നതായി NIA കുറ്റപത്രം. മുസഫിർ ഹുസൈൻ ഷാസിബ്, അബ്ദുൾ മദീൻ അഹമ്മദ് താഹ, മാസ് മുനീർ അഹമ്മദ്, മുസ്ലിമിൽ ഷെരീഫ് എന്നിവർക്കെതിരെയാണ് NIA കുറ്റപത്രം. താഹയും ഷാസിബും വ്യാജരേഖകൾ ചമച്ചിരുന്നതായും കണ്ടെത്തി. അയോധ്യ പ്രാൺ പ്രതിഷ്ഠാ ദിനത്തിൽ സംസ്ഥാനത്തെ BJP ഓഫീസ്, മല്ലേശ്വരം, ബംഗളൂരു എന്നിവിടങ്ങളിൽ ബോംബാക്രമണം നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായും NIA കുറ്റപത്രത്തിൽ പറയുന്നു. കേസിൽ അന്വേഷണം തുടരുകയാണെന്ന് NIA വ്യക്തമാക്കി. രാജ്യത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. നിരീക്ഷണത്തിലായിരുന്ന യുവാവിന്റെ പരിശോധനാ ഫലം പോസിറ്റീവ്. രാജ്യത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. ദില്ലിയിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന യുവാവിന്റെ പരിശോധനാ ഫലം പോസിറ്റീവെന്ന് സ്ഥിരീകരിച്ചു. പഴയ വകഭേദമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. രോഗബാധിതന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തൃശൂർ ജില്ലയിൽ ഉയരം കൂടിയ ആന കുറുപ്പത്ത് ശിവശങ്കരൻ ചരിഞ്ഞു.
തൃശൂർ ജില്ലയിൽ ഉയരം കൂടിയ ആനകളിൽ ഒന്നായ കുറുപ്പത്ത് ശിവശങ്കരൻ ചരിഞ്ഞു. കേച്ചേരി തോളൂർ സ്വദേശിയായ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ് ചരിഞ്ഞത്. 55 വയസ്സായ ആന മദപ്പാടിലായിരുന്നു. വൈറസ് സ്തംഭനത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുതൽ അവശതയിലായിരുന്നു. പുത്തൻകുളം ലക്ഷ്മണൻ എന്ന ആനയാണ് പിന്നീട് കറുപ്പത്ത് ശിവശങ്കർ ആയത്. മേഖലയിലെ എഴുന്നള്ളിപ്പുകളിലെ ഇപ്പോഴത്തെ തലയെടുപ്പുള്ള ആനകളിൽ ഒന്നായിരുന്നു കുറുപ്പത്ത് ശിവശങ്കരൻ. ഓണത്തിന് 26.22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് അരി. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും ഓണത്തിന് അരി വിതരണം ചെയ്യും. കുട്ടികളുടെ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അരി വിതരണം ചെയ്യുന്നത്. സ്കൂൾ കുട്ടികൾക്ക് ഓണത്തിന് 5 കിലോ അരിയാണ് വിതരണം ചെയ്യുന്നത്. ഉച്ചഭക്ഷണ പദ്ധതിയിൽ എൻറോൾ ചെയ്തിട്ടുള്ള സംസ്ഥാനത്തെ 12,027 വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള 26.22 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് 5 കിലോ വീതം അരി വിതരണം ചെയ്യുന്നത്. ഇതിൽ 2.06 ലക്ഷം കുട്ടികൾ പ്രീ പ്രൈമറി വിഭാഗത്തിലും 13.80 ലക്ഷം കുട്ടികൾ പ്രൈമറി വിഭാഗത്തിലും 10.35 ലക്ഷം കുട്ടികൾ അപ്പർ പ്രൈമറി വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. 13,112 മെട്രിക് ടൺ അരിയാണ് ഇതിനായി ആകെ വേണ്ടിവരുന്നത്. ഭക്ഷ്യവകുപ്പിന്റെ സഹകരണത്തോടെയാണ് അരി വിതരണം. വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ആണ് അരി സ്കൂളുകളിൽ എത്തിച്ചു നൽകുന്നത്. ഓണാവധി ആരംഭിക്കുന്നതിന് മുമ്പായി അരി വിതരണം പൂർത്തീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ സപ്ലൈകോയുമായി ചേർന്ന്